ഇതുവരെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല റേറ്റിംഗും അതുപോലെ തന്നെ അഫോർഡബിൾ റേഞ്ചിലും ആയിട്ടുള്ള കുറച്ച് കുർത്ത സെറ്റുകളും പാർട്ടി വെയർ, ഓഫീസ് എല്ലാത്തിലേക്കും നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാവുന്ന ഒരു കുർത്ത സെറ്റ്, അനാർക്കലി സെറ്റ് ആണ് കേട്ടോ. ഈ അടിപൊളിയായിട്ടുള്ള യെല്ലോയില് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു അനാർക്കലി സെറ്റ് ആണ്. നല്ല താഴോട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലെയർ ഉണ്ട്. ആസ് ഓൾവേസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതില് നമ്മുടെ നെക്കിൽ ഇങ്ങനെ ഈ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ചെറിയ ചെറിയ കൊടുത്തിട്ടുണ്ട്. മുത്ത് പോലെയല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്ലാറ്റേർഡ് ഷേപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ സൈഡ് ഓപ്പണും കാര്യങ്ങളൊന്നുമില്ല, അനാർക്കലി സെറ്റ് ആണ് ഒബ്വിയസ്ലി. അതുപോലെ തന്നെ ഈ എൻസിലും സെയിം ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു സീ ത്രൂ ആണ്. സീ ത്രൂ എന്ന് വെച്ചാൽ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് നൈസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. ആൻഡ് അതുപോലെ തന്നെ അതിന്റെ പാൻസ് വരുന്നത് നമുക്ക് പലാസോ പാൻസ് ആണ് വരുന്നത്. ആ പാൻസിന്റെ അടിയിലും ഇങ്ങനെ ആ ഒരു യെല്ലോയില് ആ ഒരു വൈറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ആയിട്ടുള്ള പലാസോ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് സൈഡ് ഓപ്പൺ ഇല്ല. അപ്പൊ ഞാൻ ഈ ഒരു പാൻസിൽ ഞാൻ ഒരിക്കലും ഇതിന്റെ പോക്കറ്റ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇതിന് പോക്കറ്റ്സ് ഉണ്ട്. ഈ അതിന്റെ ദുപ്പട്ട വന്നിട്ട് നെറ്റാണ് നമുക്ക് വരുന്നത്. നല്ല വീതിയുണ്ട്. ഇത് നെറ്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നെറ്റാണ് കേട്ടോ. ഈ ഹൽദി അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതും ഈ ഒരു ഹോൾ വീഡിയോയിലെ എൻ്റെ കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. സോ ഈ ഒരു ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. കണ്ടോ, ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ നെക്കിലാണ് ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു വൈറ്റ് ഫോയിൽ കളർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയൽ ആണ്. ഈ ഒരു ബ്ലാക്കിൽ എനിക്ക് തോന്നിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മൾ ബ്ലാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചൂടെടുക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതിന് അങ്ങനെ ഒരു ചൂടെടുക്കുന്ന ഫീലിംഗ് കുറവാണ്. എന്നിട്ട് പലാസോ ആണ്. പലാസോന്റെ എൻസിൽ നമുക്ക് ആ ഒരു ടോപ്പിലുള്ള അതേപോലെ തന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മറ്റേ യെല്ലോക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിനും കൂടി പോക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇത് പലാസോ പാൻസ് ആണ്. ഈ ഒരു വീതിയേ ഉള്ളൂ. പലാസോ എന്ന് പറയുമ്പോൾ നല്ല വീതിയിലല്ലേ, പക്ഷെ ഇതിന് ഈ ഒരു വീതിയിലുള്ള ഒരു പാൻസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ദുപ്പട്ടയും നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ്. നെറ്റാണ്, ഇതും നെറ്റ് തന്നെയാണ്. പക്ഷെ നെറ്റിൽ ഈ ഒരു സിൽവർ ഇങ്ങനെ ഒരു കളർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് എൻ്റെ ഷോർട്സ് വീഡിയോസ് കാണാറുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാനിവിടെ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പറഞ്ഞ പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ് മേടിച്ചിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ റെഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിലിങ്ങനെ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ അതുപോലെ തന്നെ ബ്ലാക്ക് കൂടി വരുന്ന ബോർഡർ. ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങനെ 2 പോംപോംസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലും നമുക്ക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന് കുറച്ചൊരു ചൂടെടുക്കുന്ന പോലെയുള്ള രീതിയിലുള്ള ഒന്നാണ്. ബട്ട് എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ പാൻസും വരുന്നത് റെഡ് ആണ്. നല്ല പ്രോപ്പർ റെഡ് പലാസോ പാൻസ് തന്നെയാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതിന് 2 പോക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, 2 സൈഡിന് പോക്കറ്റ്സ് ഉണ്ട്. ഇതിന് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോക്കറ്റ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ എലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പാൻസിന്റെ താഴെ നമുക്ക് ഇങ്ങനെ ഒരു കട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും നല്ലൊരു ഭംഗിയാണ്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ബ്ലാക്ക് ദുപ്പട്ടയാണ്. ഈ ഒരു ദുപ്പട്ട മാത്രമായിട്ട് നമ്മൾ ആമസോണിൽ നോക്കുകയാണെങ്കിൽ തന്നെ 400-500 റേഞ്ചിൽ. ബട്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെ ഗോൾഡൻ കളറാണ്. നല്ല വീതിയുണ്ട്, നല്ല നീളമുണ്ട്. നമ്മൾ ഈ ഷോപ്സിലൊക്കെ പോയിട്ട് നമ്മൾ ഈ സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പീസ് ഒക്കെ മേടിക്കില്ല, അതിലുണ്ടാവില്ലേ നല്ല വലിയ ഷോളും കാര്യമൊക്കെ. ഇതും അതേപോലെ തന്നെ നല്ല വലിയ ഷോളാണ് കേട്ടോ. സോ അപ്പൊ ഇതാണ് നമ്മുടെ 3rd സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 4th സെറ്റ് നോക്കാം. 4th സെറ്റ് എന്ന് പറയുന്നത് ടോപ്പ് കുർത്ത പ്ലസ് പാൻസ് ആണ് വരുന്നത്. ദുപ്പട്ട ഇല്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു എന്താ പറയുക ടോപ്പാണ് വരുന്നത്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഈ ഒരു സെയിം സ്ട്രിപ്സ് തന്നെയാണ്. ഈ ഒരു വര വര പോലത്തെ വർക്ക് തന്നെയാണ്. പക്ഷെ കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്.
ആൻഡ് നല്ല ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇപ്പോൾ ഓഫീസ് അതുപോലെ തന്നെ കോളേജിലേക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ എന്നാൽ നല്ലൊരു ക്ലാസി ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ്. ഇതിൽ ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ലൈനിങ് കൂടെ ഉണ്ട്. ഇതിന്റെ പാൻസ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഗ്രീനിൽ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഒരു പാന്റ് ആണ് വരുന്നത്. ഇതിനും പോക്കറ്റ്സ് ഇല്ല കേട്ടോ. ലൈനിങ് കൊടുത്തിട്ടുള്ള പാൻസ് ആണ് വരുന്നത്. സോ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയുക ഒരു സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വണ് ഞാൻ ആമസോണിൽ ഒരു ഇമേജിൽ കണ്ട സമയത്ത് ഞാനത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് കളറായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പം എനിക്ക് അതൊരു കുറച്ചൊരു ഡൾ പോലത്തെ കളറായിട്ട് തോന്നി. ഡൾ എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ പേസ്റ്റൽ കളർ ആ ഒരു രീതിയിൽ, പക്ഷെ എന്നാൽ കുറച്ച് ഡള്ളായിട്ടുള്ള കളറായിട്ട് തോന്നി. പക്ഷെ ഇട്ട് കഴിയുമ്പം ഇത് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡെയിലി വെയർ കൈൻഡ് ഓഫ് ഒരു അനാർക്കലി പോലത്തെയാണ്. കുർത്തയാണ്. കോളർ നെക്കാണ് വരുന്നത്. കോളർ നെക്ക്, അതുപോലെ തന്നെ നെക്കിൽ ഈ ഒരു വർക്ക് ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്ലീവ്സ് ഇതെല്ലാത്തിലും 3/4 സ്ലീവ്സ് ആണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുർത്തയാണ്. ഒരുപാട് ഇങ്ങനെ ഫ്ലവർ വർക്കുകളായിട്ട് ഫ്ലോറൽ വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിൽ വൈറ്റ് നമ്മൾ പലാസോ ഒക്കെ വെച്ച് പെയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. 3/4 സ്ലീവ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നെക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സൈഡ് ഓപ്പൺ സ്ലിറ്റ് ആണ്. ഈ ഒരു സെയിം വർക്ക് തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഹോളിൽ ഈ ഒരു ടൈമിൽ ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് ഇതുവരെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. ഈ സൈഡിൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ് ഇതിന്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു ദിവസം പാർസൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഞാൻ ഓർഡർ ചെയ്യാത്ത ഒരു ഡ്രസ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അഡ്രസ്സ് തെറ്റി വന്നതായിരിക്കും. ഞാൻ അഡ്രസ്സ് നോക്കിയപ്പോൾ എല്ലാ അഡ്രസ്സ് സെയിം ആണ്, കറക്റ്റ് ആണ്. എൻ്റെ അഡ്രസ്സിലോട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആമസോണിൽ നോക്കി ഓർഡേഴ്സിൽ അന്ന് ഡെലിവർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. വേറെ 2-3 എണ്ണം കൂടിയാണ് ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം ഡെലിവേർഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഡെലിവേർഡ് കാണിക്കുന്ന ഒരു ഡ്രസ്സ് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഡ്രസ്സിന് പകരം എനിക്ക് റിസീവ് ആയതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ എന്തായാലും വിചാരിച്ചു നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാൻ എന്തായാലും വന്നതാണ്. ഈ ഒരു കുർത്തയാണ് ഞാൻ ആ ഓർഡർ ചെയ്തതിന് പകരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു 2 സൈഡിലും അങ്ങനെ സ്ലിറ്റ് വന്നിട്ട് സെന്റർ സ്ലിറ്റോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഇത് ആണ് ഇപ്പോൾ പകരം എനിക്ക് വന്നത്. ഇതെന്ന് വെച്ചാൽ ഡബിൾ കളർ ആയിട്ടുള്ളതാണ്. ബ്ലാക്കും അതുപോലെ തന്നെ നല്ല ഡാർക്ക് റോസ് കളറും ആയിട്ട് കോളർ നെക്കായിട്ട് 3/4 സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു കളർ ഇളകാൻ ചാൻസ് മേ ബി ഉണ്ടായിരിക്കാം. ഞാൻ അതിലിങ്ങനെ വലിയ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തത് ഗൈസ് ആമസോൺ. വാട്ട് ഇസ് ദിസ്? ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആമസോൺ ഹോൾ. ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കാണാവുന്നതാണ്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ലിങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ട് ഇതുപോലെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും, മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ പിന്നെ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ.